ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവവചനവുമായി നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് ഒരുക്കിത്തന്ന വലിയ കൃപയ്ക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആൽഫ ഗോസ്പൽ മിനിസ്ട്രി എന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ തിരുവചനം സംസാരിക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ഞാൻ ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ ഈ ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ സിജു കുന്നേൽ അവറുകളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസൻ്റെ കുടുംബത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശേഷം ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ ആഗതനാകുന്ന ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെയും സ്നേഹത്തെയും ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി ദൈവവചനത്തിൽ നിന്നും ഒരു തിരുവചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം വായിക്കുന്നു. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തുനാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ഞാൻ ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിലൂടെ തിരുവചനം ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന എല്ലാ അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ ദാസനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ, ആശീർവദിച്ചാട്ടെ. ഈ വചനഭാഗങ്ങളിലൂടെ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ, ഇടപെടണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഈ വായിച്ച ദൈവവചനം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന വചനഭാഗമാണ്. ഒട്ടനവധി പ്രാവശ്യം അനേക ദൈവദാസന്മാരിലൂടെ നമ്മുടെ സഭകളിലൊക്കെ നാം കേട്ട ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക ആലോചനകൾ കേട്ടിട്ടുള്ള വളരെ മനോഹരമായ ഒരു വചനഭാഗമാണ്. ഈ വചനഭാഗത്തിൽ നിന്ന് കൂടുതലായി ഒന്നും തന്നെ പറയേണ്ടുന്ന ആവശ്യകതയില്ല. കാരണം ഈ വചനത്തെക്കുറിച്ച്, ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. എങ്കിലും ഒരിക്കൽ കൂടെ കർത്താവ് ഈ വചനം നൽകി തന്നതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. നമ്മൾ വായിച്ച വചനം ഇങ്ങനെയാണ്. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. സ്തോത്രം. ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, സ്തോത്രം, 2 വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ 2 ഗ്രൂപ്പുകളെ നമുക്ക് ഈ വചനത്തിൽ കാണുവാൻ കഴിയും. സ്തോത്രം. അതിൻ്റെ 17-ാമത്തെ വാക്യമാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നാണിച്ചു പോയ ഒരു ഗ്രൂപ്പ്. സ്തോത്രം. നാണിച്ചു പോയ ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തത് ആ വചനത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. സ്തോത്രം. ഒരു കൂട്ടർ, ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സന്തോഷിച്ച ഗ്രൂപ്പാണ്. സ്തോത്രം. ഒരു ഗ്രൂപ്പ് നാണിച്ചപ്പോൾ മറുഭാഗത്ത്
ആമേൻ ഒരു ഗ്രൂപ്പ് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. സ്തോത്രം. ഈ രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്തോത്രം എക്കാലഘട്ടത്തിലും എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് ഗ്രൂപ്പാണ് ഇത്. വിശുദ്ധ വേദപുസ്തകത്തെ പോലും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആമേൻ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. സ്തോത്രം. അതിനോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയും, ആമേൻ ആത്മീകന്മാരുണ്ട്, അനാത്മീകന്മാരുണ്ട്. സ്തോത്രം. മധുരമുണ്ട്, കയ്പുണ്ട്. ഇങ്ങനെ എവിടെ നോക്കിയാലും ആമേൻ സ്തോത്രം 2 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ആമേൻ വളരെ പ്രാധാന്യതയുണ്ട്. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഒന്നുകിൽ നമ്മൾ സ്വർഗത്തിൽ പോകണം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നരകത്തിൽ പോകും. സ്തോത്രം. 2 ഓപ്ഷൻ മാത്രമേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. ഒന്നുകിൽ നല്ലവനായി ജീവിക്കുക, അല്ലെങ്കിൽ ആമേൻ അനാത്മികനായിട്ട് ജീവിക്കുക. സ്തോത്രം. ആമേൻ. പോകട്ടെ, ആ ഭാഗം ഞാൻ വിടുകയാണ്. ആമേൻ. സ്തോത്രം. 2 ഗ്രൂപ്പിനെ നമ്മുടെ കർത്താവ് ആമേൻ ഇവിടെ എടുത്ത് കാണിക്കുകയാണ്. ഒരു ഗ്രൂപ്പ് ആമേൻ നാണിച്ച് ശിരസ് താഴ്ത്തി നിൽക്കേണ്ടി വന്നു. സ്തോത്രം. മറുഭാഗത്ത് ഒരു ഗ്രൂപ്പ് സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ആഹ്ലാദിക്കുന്ന ആമേൻ വളരെ മനോഹരമായ ഒരു ഗ്രൂപ്പിനെയും നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. എന്തുകൊണ്ടാണ് ഒരു ഗ്രൂപ്പ് നാണിച്ചപ്പോൾ മറു ഗ്രൂപ്പ് ആമേൻ സന്തോഷിക്കാൻ കാരണം? സ്തോത്രം. അതിൻ്റെ 10ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ ആമേൻ നമ്മുടെ കർത്താവ് അനേക ഭവനങ്ങളിൽ കടന്നു എന്ന് സുവിശേഷം പ്രസംഗിച്ചും ആമേൻ അനേക രോഗികളെ സൗഖ്യമാക്കിയും തെരുവുകളിലും ആമേൻ വഴിവക്കിലും ആമേൻ പുഴവക്കത്തും ആമേൻ സ്തോത്രം തനിക്ക് അവസരം ലഭിച്ചിരുന്ന എല്ലാ മേഖലകളിലും കടന്നു എന്ന് വളരെ ശക്തമായി ദൈവിക ആലോചനകൾ പറഞ്ഞ് സത്യസുവിശേഷം, കറതീർന്ന സുവിശേഷം വളരെ ശക്തമായി അറിയിച്ചുകൊണ്ട് കടന്നു വരുന്ന വേളയിൽ തനിക്ക് അവസരങ്ങൾ ലഭിക്കുന്ന സമയത്തൊക്കെയും ആമേൻ യഹൂദന്മാരുടെ പള്ളികളിലൊക്കെ പോയി ആമേൻ സ്തോത്രം വളരെ ശക്തമായിട്ട് ഉപദേശിക്കുകയും അവരുടെ അധാർമികമാകുന്ന ആലോചനകളെ ഖണ്ഡിക്കുകയും അവരുടെ തെറ്റായ ഉപദേശങ്ങളെ ഖണ്ഡിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കടന്നു വരുന്ന വേളയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാരുടെ പള്ളിയിലേക്ക് ആമേൻ കടന്നു ചെല്ലുകയാണ്. സ്തോത്രം. ആമേൻ പള്ളിയിൽ നമ്മുടെ കർത്താവ് കടന്നു ചെല്ലുമ്പോൾ ആമേൻ സ്തോത്രം യേശു കർത്താവ് തിരുവചനം ശക്തമായി ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മുടെ കർത്താവിൻ്റെ കണ്ണ് ഒരു സഹോദരിയുടെ മേൽ ഉടക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഏറ്റവും പുറകിൽ എൻ്റെതായ ഒരു ചിന്തയിലാണ് ഞാനത് പറയുന്നത്. ഏറ്റവും പുറകിൽ ഒരു മാതാവ് ഇരിക്കുകയോ ഒരു സഹോദരി ഇരിക്കുകയോ ആമേൻ സ്തോത്രം. ഈ സഹോദരിയുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ കണ്ണ് ആമേൻ ചെന്നെത്തുവാനിടയായി തീർന്നു. സ്തോത്രം. ആ സഹോദരിയെക്കുറിച്ച് ആ 10ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ആമേൻ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സ്തോത്രം. യേശു ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന പള്ളിക്കകത്ത് ആമേൻ സ്തോത്രം 18 വർഷമായിട്ട് 18 സംവത്സരമായിട്ട് ആമേൻ ഒട്ടും നിവർന്നു നിൽക്കാൻ കഴിയാതെ ആമേൻ കൂനിയിരിക്കുന്ന അവസ്ഥയിൽ ആമേൻ ഇരിക്കുന്ന ഒരു സഹോദരി. സ്തോത്രം. ഈ സഹോദരിയുടെ മേലെ യേശുവിൻ്റെ ആമേൻ നോട്ടം, യേശുവിൻ്റെ കണ്ണ് എത്തുവാനിടയായി തീർന്നു. സ്തോത്രം. യേശു അവളെ കണ്ടിട്ട് അവളെ ആമേൻ തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. സ്തോത്രം. യേശു കർത്താവ് പുൾപിറ്റിൽ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് ആമേൻ യോഗ്യമായ സ്ഥലത്ത് എന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീയെ കാണുന്നു. ആമേൻ 18 വർഷം കൊണ്ട് അവൾക്ക് കൂനിയായിട്ടിരിക്കുകയാണ്, കുനിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയാണ്, നിവർന്നു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ന് കണ്ടിട്ട് യേശു കർത്താവ് ആ സ്ത്രീയെ കർത്താവിൻ്റെ അരികിലേക്ക് ആമേൻ വിളിക്കുകയാണ്. സ്തോത്രം. എൻ്റെതായ ഒരു ചിന്തയാണ്, ഈ സ്ത്രീ അവിടെ നിന്നുകൊണ്ട് യേശുവിനെ നോക്കിയിട്ട് ചോദിച്ചു കാണും, എന്നെ തന്നെയാണോ കർത്താവെ വിളിക്കുന്നത്? ഇത്ര കാലമായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള ഒരു പാസ്റ്റർമാരും അല്ലെങ്കിൽ ഒരു ഉപദേശകന്മാരും ഒരു പുരോഹിതന്മാരും ഒരു ശാസ്ത്രിമാരും ഒരു പരീശന്മാരും ആമേൻ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഈ 18 വർഷം കൊണ്ട് ഞാൻ ഈ പള്ളിയിൽ വരുന്നുണ്ട്, പക്ഷേ ആമേൻ ഇന്ന് വരെ എൻ്റെ വിഷയത്തിനകത്ത് അല്ലെങ്കിൽ എന്നെ ഒന്ന് അരികിലേക്ക് വിളിച്ച് എന്താ ആമേൻ അമ്മച്ചിയുടെ വിഷയമെന്ന് ചോദിക്കാൻ ആരുമില്ലാതിരിക്കെ അങ്ങ് എന്നെ തന്നെയാണോ ആമേൻ വിളിച്ചത് എന്ന് ആമേൻ ചിന്തിച്ചിട്ടുണ്ടാകുക. സ്തോത്രം. ചിന്തിച്ചിട്ട് ഒരു പക്ഷെങ്കിൽ ചോദിച്ചു കാണും, കർത്താവെ എന്നെ തന്നെയാണോ വിളിച്ചേ? ആമേൻ സ്തോത്രം. കർത്താവിന് തെറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, അതെ
ആമേൻ സ്തോത്രം. അങ്ങയെ തന്നെയാണ് വിളിച്ചത് സഹോദരി, അങ്ങയെ തന്നെയാണ് വിളിച്ചത്. ആമേൻ എൻ്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. ആമേൻ സ്തോത്രം. ഈ സഹോദരി സന്തോഷത്തോടെ ആമേൻ സ്തോത്രം യേശു കർത്താവിൻ്റെ അരികിലേക്ക് ആമേൻ കടന്നു ചെല്ലുകയാണ്. സ്തോത്രം. യേശു കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു ചെന്നപ്പോൾ ആമേൻ യേശു കർത്താവ് അവളോട് പറയുകയാണ്, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് ആമേൻ പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. സ്തോത്രം. ആമേൻ. യേശുക്രിസ്തു മറ്റൊന്നും അവളോട് ചോദിക്കുന്നില്ല. നിന്റെ വിഷയം എന്താ എന്നൊന്നും യേശു കർത്താവ് ചോദിക്കുന്നില്ല. ആമേൻ സ്തോത്രം. യേശുക്രിസ്തു അവളെ അടുക്കലേക്ക് വിളിച്ചിട്ട് ആമേൻ അവളുടെ മേൽ കരം വെച്ചു, അവളുടെ ശിരസിൻ്റെ മേൽ കരം വെച്ചിട്ട് പറഞ്ഞു, നിന്റെ രോഗത്തിൻ്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എത്ര മനോഹരമായ ശുശ്രൂഷയാണ്. ആമേൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും പലരോടും വിഷയങ്ങൾ ചോദിക്കാറുണ്ട്. വിഷയം പറഞ്ഞാട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് നമ്മളൊക്കെ പലരും പറയാറുണ്ട്. സ്തോത്രം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവിന് ആമേൻ സ്തോത്രം വിഷയം എന്താണെന്നറിയാം. ആമേൻ സ്തോത്രം. മറയില്ലാതെ കർത്താവിന് നമ്മുടെ സകല വിഷയങ്ങളെയും അറിയാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം, നിങ്ങൾ ഭാരപ്പെടുന്ന ആമേൻ നിങ്ങൾ പ്രയാസപ്പെടുന്ന വിഷയങ്ങളെ നിങ്ങൾ അങ്ങോട്ട് പറയുന്നതിന് മുൻപേ ആ വിഷയത്തിൻ്റെ ആഴമറിയുന്ന, ആ വിഷയത്തിൻ്റെ ഗൗരവമറിയുന്ന, ആ വിഷയത്തിൻ്റെ തുടക്കമറിയുന്ന, അതിൻ്റെ ഒടുക്കമറിയുന്ന ആമേൻ സ്തോത്രം അതിൻ്റെ ആഴമറിയുന്ന ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. ആമേൻ. വിശ്വസിക്കാൻ തയ്യാറായേ നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന ദൈവത്തിന് നമ്മുടെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആമേൻ. അവളുടെ മേൽ യേശു കർത്താവ് കരം വെച്ചു. സ്തോത്രം. ആ സഹോദരിക്ക് എത്ര ഭാഗ്യമാണ് ലഭിച്ചത്. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ ആമേൻ ഉലകത്തിൻ്റെ രക്ഷകന്റെ കരം അക്ഷരാർത്ഥത്തിൽ അവളുടെ ശിരസിന്മേൽ വെച്ചപ്പോൾ ഹല്ലേലൂയ അവളുടെ കെട്ടുപൊട്ടി. 18 വർഷം അവളെ കുനിയിപ്പിച്ച വിഷയം പൊട്ടിമാറി. സ്തോത്രം. അത് കേവലം ഒരു രോഗമാണെന്ന് എല്ലാവരും ചിന്തിച്ച് ആമേൻ സ്തോത്രം. ഒരു പക്ഷെങ്കിൽ ആലയത്തിൽ പലരും പറഞ്ഞു കാണും, ആമേൻ സ്തോത്രം, ഇന്നടത്ത് നല്ല ഡോക്ടർമാരുണ്ട്, പോയി ചികിത്സിക്ക് സൗഖ്യമാകും. ഹല്ലേലൂയ. ഒത്തിരി ചികിത്സിച്ച് കാണും. 18 വർഷം കൊണ്ട് ഒത്തിരി ചികിത്സിച്ച് കാണും. ആമേൻ സ്തോത്രം. ഒത്തിരി കാശ് അതിനു വേണ്ടി മുടക്കി കാണും. ആമേൻ. 18 വർഷം കൊണ്ട് ചികിത്സിച്ച് മടുത്ത ആമേൻ സ്തോത്രം ഒട്ടും നിവർന്നു നിൽക്കാൻ അനുവദിക്കാതെ, ഒന്ന് ശിരസ്സുയർത്തി നിൽക്കാൻ അനുവദിക്കാതെ ആമേൻ തന്നെ ഭാരപ്പെടുത്തിയ രോഗത്തിൻ്റെ ആത്മാവിനെ യേശുവിൻ്റെ കരം വെച്ചതിനെ അഴിച്ചു. ഇന്നും ആമേൻ സന്ധിയെങ്കിലൊന്ന് വിശ്വസിക്കാൻ തയ്യാറായേ, ആരെ കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത നിന്റെ വിഷയത്തെ ദൈവത്തിൻ്റെ ആത്മാവ് പരിഹരിക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആരും നിന്റെ വിഷയത്തെ ഏറ്റെടുത്തില്ലെങ്കിലും സർവശക്തനായ ദൈവം ഡയറക്റ്റ് നിന്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഈ വചനം ഞാൻ വെറുതെ പ്രസംഗിക്കുന്നതല്ല. ഈ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തോളം ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം. ഈ വചനം കടന്നു ചെല്ലുന്നയിടത്ത് ആമേൻ അതിൻ്റെ പ്രവൃത്തി, അതിൻ്റെ വിടുതലുകളെ ദൈവത്തിൻ്റെ വചനം ചെയ്യും. വിശ്വസിക്കാൻ തയ്യാറായേ. ആരെക്കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത, ആരെക്കൊണ്ടും തീർക്കാൻ കഴിയാത്ത വിഷയത്തെ നമ്മുടെ കർത്താവ് തീർക്കും. ഹല്ലേലൂയ. നീ വിശ്വസിച്ചേ. നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരമിറങ്ങാൻ പോവുകയാണ്. നിന്റെ ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ കരമിറങ്ങാൻ പോവുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. യേശു കർത്താവ് കരം വെച്ച് 18 വർഷം ആമേൻ സ്തോത്രം അവളെ കുനിയിപ്പിച്ച വിഷയത്തെ ആമേൻ അഴിച്ചു മാറ്റി. ഒട്ടും നിവർന്നു നിൽക്കാൻ കഴിയാതെ, അവിടെ അങ്ങനെയാണ് പറയുന്നത്, ഒട്ടും നിവർന്നു നിൽക്കാൻ കഴിയാതിരുന്ന സ്ത്രീ. ആമേൻ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? ആമേൻ. എന്നെ ശ്രദ്ധിക്കുന്ന പലരുടെയും അവസ്ഥ ഇങ്ങനെയോ, ഒന്ന് നിവർന്നു നിൽക്കാൻ കഴിയാതെ ആമേൻ സ്തോത്രം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, പല വിധത്തിലുള്ള വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, പല വിധത്തിലുള്ള രോഗങ്ങൾ, പല തരത്തിലുള്ളതായ അസ്വസ്ഥതകൾ ഒന്ന് നിവർന്ന് നിന്നെ നിൽക്കാൻ അനുവദിക്കാതെ, ആത്മീകമായി ഒന്ന് നിവർന്നു നിൽക്കാൻ അനുവദിക്കാതെ, ഭൗതികമായി ഒന്ന് നിവർന്നു നിൽക്കാൻ അനുവദിക്കാതെ, ശാരീരികമായി ഒന്ന് നിവർന്നു നിൽക്കാൻ അനുവദിക്കാതെ നിന്നെ ആമേൻ സ്തോത്രം വല്ലാതെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചില അദൃശ്യ വ്യാപാരങ്ങളെ വചനത്തിൻ്റെ ശക്തി ഇറങ്ങി ഈ സന്ധിയെങ്കിൽ അഴിക്കുന്ന ആമേൻ സന്ധിയെ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായേ. ഹല്ലേലൂയ. വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചു തുടങ്ങുകയാണ്. ഹല്ലേലൂയ. പലരും പറഞ്ഞു, ഇനി നിനക്ക് ഒരിക്കലും നിവർന്നു നിൽക്കാൻ പറ്റുകയില്ല, ഇനി നിനക്കൊരു ഭാവിയില്ല, ഇനി ആമേൻ സ്തോത്രം നിനക്കൊരു എഴുന്നേൽപ്പില്ല, ഇനി നിനക്കൊരു ആമേൻ സ്തോത്രം അനുഗ്രഹം ഉണ്ടാകത്തില്ല,
ഉണ്ടാകത്തില്ല. ഇനി നിനക്കൊരു മാന്യത ഉണ്ടാകത്തില്ല. ആമേ സ്തോത്രം. ഇനി ഒരിക്കലും ആമേ സ്തോത്രം നീ ഈ വിഷയത്തിനകത്തുനിന്ന് തലയൂരത്തില്ല. ആമേ സ്തോത്രം. നീ എന്നേക്കുമായി അടയപ്പെട്ട് കഴിഞ്ഞു. നീ എന്നേക്കുമായി കുനിയപ്പെട്ട് കഴിഞ്ഞു. നിന്റെ ശിരസിനി ഒരിക്കലും ഉയരത്തില്ല. ഹല്ലേലൂയ. അത്രമാത്രം നിന്നയുടെ ആഴത്തിലേക്ക് നിന്നെ ആമേ സ്തോത്രം പിശാച് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. ആമേ സ്തോത്രം. ആമേ നിന്റെ മീതെ പിശാച് മുദ്ര വെച്ച് കഴിഞ്ഞു. ഇനി നീ ഉയരത്തില്ല. നീ ഇനി പൊങ്ങത്തില്ല. നിന്റെ ശിരസ് ഉയർത്തി നീ ദൈവത്തെ ആരാധിക്കത്തില്ല. നീ പള്ളി പോകത്തില്ല. നിന്നെ അനുവദിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന ചില വിഷയങ്ങളെ ഇന്ന് ആമേ സന്ധ്യയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനമിറങ്ങി ആമേൻ വിടുവിക്കുകയാ, സൗഖ്യമാക്കുകയാ. അത്ഭുതത്തിൻ്റെ ദൈവത്തിൻ്റെ കരം ആമേൻ ഇറങ്ങി പ്രവർത്തിക്കുകയാ. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായേ. ആമേ സ്തോത്രം. ആരെ കൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത നിന്റെ വിഷയത്തിന്റെ ആഴത്തിനകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് ഇറങ്ങി തുടങ്ങുകയാണ്. യേശുവിന്റെ രക്തം ജയം. നീ ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചവരുടെ മുൻപിൽ വെച്ച്, ഇനി നിന്നെ ഈ ദേശത്ത് കാണരുതെന്ന് വെല്ലുവിളിച്ചവരുടെ മുൻപിൽ വെച്ച് തന്നെ ആമേൻ എൻ്റെ ദൈവം നിന്റെ ശിരസിനെ ഉയർത്തി നിർത്താൻ പോവുകയോ. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? കരമുയർത്തി ആമേൻ പറയാൻ പറ്റുമോ? അന്യഭാഷകൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുമെന്ന് മഹത്വപ്പെടുത്തിക്കേ. ഈ വിടുതലും നേറ്റെടുത്ത്, ഈ വചനത്തിന്റെ വിടുതലും നേറ്റെടുത്തേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ശിരസ് ഉയർത്തി നിൽക്കും. അല്പസമയത്തേക്ക് ഞാൻ കുനിഞ്ഞിരിക്കേണ്ടി വന്നാലും യേശുവിന്റെ രക്തം ചെയ്യും. നമ്മുടെ കർത്താവായ യേശു കർത്താവിനെ ആമേ സ്തോത്രം റോമൻ പട്ടാളക്കാർ, റോമ ഗവൺമെന്റ് ആമേ സ്തോത്രം 3 ദിവസം പൂട്ടിവെച്ചു. ആമേ സ്തോത്രം. ആമേ ക്രൂശിൽ അവനെ ക്രൂശിച്ചു. കാൽവറിയിൽ അവനെ തകർത്തു. അവൻ കല്ലറയിൽ അവനെ അടച്ചു. ഇനി ഒരിക്കലും അവൻ പുറത്തു വരികയല്ല. അവൻ കല്ലുരുട്ടി വെച്ചു. അവൻ സ്വരം മീത മുദ്ര വെച്ചു. പട്ടാളക്കാരെ കാവൽ നിർത്തി. റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര വെച്ച് അവൻ ആർക്കും അതിനെ തുറക്കാൻ കഴിയാതെ ആമേൻ സ്തോത്രം. ആമേൻ ആധിപത്യം പറഞ്ഞു. ഇനി അവൻ ഒരിക്കലും എഴുന്നേൽക്കുകയല്ല. ഇനി അവൻ പുറത്തു വരുത്തുകയല്ല. ഇനി അവൻ ഉപദേശിക്കാൻ വരികയല്ല. ഇനി അവൻ വിടുവിക്കുന്നതെന്ന് കാണട്ടെ. അവൻ പറഞ്ഞല്ലോ 3 ദിവസം പുറത്തു വരുമെന്ന്. ഒന്ന് കാണട്ടെ. അഥവാ പുറത്തു വന്നാലും ഞങ്ങൾ അവനെ തീർക്കും, ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടും. യേശുവിന്റെ രക്തം ചെയ്യും. ഹല്ലേലൂയ. 3-ാമത്തെ ദിവസം കല്ലറയെ പൊട്ടിച്ചുകൊണ്ട്, കല്ലറയെ തുറന്നുകൊണ്ട്, ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഓ രക്തം ജയം. മരണമേ നിന്റെ വിഷമുള്ള എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് പാതാളത്തെ ജയിച്ച്, മരണത്തെ ജയിച്ച് യേശുവിന്റെ രക്തം ചെയ്യും. ആമേൻ സ്തോത്രം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സർവ്വ മുഴങ്കാലുകളെയും അവന്റെ മുൻപിൽ മടക്കിക്കൊണ്ട് പാതാള ശക്തികളെ അടിച്ചമർത്തിക്കൊണ്ട് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന് ജയാളിയായി ആമേൻ സ്തോത്രം തന്റെ ദൈവത്വം തെളിയിച്ച് നസ്രയനായ പരിശുദ്ധനെ നമ്മൾ ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നത് വിശ്വസിക്കാൻ തയ്യാറായേ. നീ ആമേൻ സ്തോത്രം ഇനി എഴുന്നേൽക്കുകയല്ലെന്ന്, നീ ഇനി ഒരിക്കലും സ്തോത്രം ശിരസ് ഉയർത്തത്തില്ലെന്ന്, നീ ഒരിക്കലും ഹല്ലേലൂയ ഒന്ന് നിവർന്നു നിൽക്കുകയല്ലെന്ന്. നിന്റെ ദേശത്ത് നിവർന്നു നിൽക്കത്തില്ല. നിന്റെ ജോലി സ്ഥലത്ത് നീ നിവർന്നു നിൽക്കത്തില്ല. ആമേൻ സ്തോത്രം. നീ ജോലി ചെയ്യുന്ന ഹല്ലേലൂയ ആമേൻ ജോലി സ്ഥലത്ത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നീ നിവർന്നു നിൽക്കുകയല്ല. നിന്നെ ഞങ്ങൾ ലജ്ജിപ്പിച്ചു. നിന്റെ പണി ഞങ്ങൾ കളയും. യേശുവിന്റെ രക്തം ചെയ്യും. ഹല്ലേലൂയ. ഈ രോഗത്തിൽ നിന്ന് നീ പുറത്തു വരികയല്ല. ആമേൻ വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളെ ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തകർക്കുകയോ. നീ പുറത്തു വരും. നീ പുറത്തു വരും. യേശുവിന്റെ രക്തം ചെയ്യും. നീ ഹോസ്പിറ്റലിൽ നിന്ന് നീ പുറത്തു വരും. വിശ്വസിക്കാൻ തയ്യാറാകുക. നീ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരും. യേശുവിന്റെ നിന്റെ ഡെഡ് ബോഡി അല്ല ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരുന്നത്, മറിച്ച് നീ എഴുന്നേറ്റ് നിന്റെ കാലുകൊണ്ട് നടന്ന് നീ പുറത്തു വരും. യേശുവിന്റെ രക്തം. നീ കുനിഞ്ഞ് വീണു പോയെന്ന് വെല്ലുവിളിച്ചവരുടെ മുൻപിൽ ആമേൻ എൻ്റെ യേശു നിന്നെ ഉയർത്തി നിർത്താൻ പോവുകയോ. യേശുവിന്റെ നാമത്തിൽ നിന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് ആമേൻ വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളിയുടെ മുൻപിൽ എൻ്റെ യേശു നിന്നെ ജീവിപ്പിച്ച് കാണിക്കാൻ പോവുകയോ. എൻ്റെ യേശു നിന്റെ അകത്തേക്ക് ഇറങ്ങി വരികയോ. ആമേൻ നീ ജീവിക്കും. നീ എഴുന്നേൽക്കും. ആമേൻ നീ തകരത്തില്ല. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കും. 18 വർഷത്തെ കെട്ടന്റെ ദൈവത്തിന് പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ മെഡിക്കൽ തോറ്റ വിഷയത്തെ, ഹല്ലേലൂയ, വൈദ്യന്മാര് തോറ്റ വിഷയത്തെ, വൈദ്യന്മാർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തെ, പുരോഹിതന്മാർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തെ, ഹല്ലേലൂയ, പരീശന്മാര് ആമേൻ സ്തോത്രം തള്ളിക്കളഞ്ഞ വിഷയത്തെ എൻ്റെ യേശുവിന്റെ കരം വെച്ചപ്പോൾ 18 വർഷത്തെ കെട്ടുപൊട്ടിയെന്ന് വിശ്വസിച്ചേ. ആമേൻ. വർഷത്തിന്റെ പാരമ്പര്യം എൻ്റെ ദൈവത്തിന് വിഷയമല്ല. എത്ര വർഷം കഴിഞ്ഞാലും, എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും യേശുവിന്റെ രക്തം ചെയ്യും. എൻ്റെ കർത്താവ് ആമേൻ സ്തോത്രം നിന്റെ വിഷയത്തെ ഒന്ന് ഏറ്റെടുത്ത് തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവൾ നിവർന്നു. അവൾ ക്ഷണത്തിൽ നിവർന്നു. യേശു അവളുടെ മേൽ കൈവച്ചു. ആമേൻ. അവൾ ക്ഷണത്തിൽ നിവർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കൂട്ടം ജനം നോക്കി നിൽക്കേ. സ്തോത്രം. കുനിഞ്ഞു പോയ ആമേൻ ഇനി ഒരിക്കലും നിവരത്തില്ലെന്ന് പറഞ്ഞ ആമേൻ അവളുടെ നട്ടെല്ല് നിവർന്നു.
സ്തോത്രം. നട്ടെല്ല് നിവർന്നു. സ്തോത്രം. വചനം പറഞ്ഞു കേട്ടോ, ക്ഷണത്തിൽ അവൾ നിവർന്നു. വിശ്വസിച്ചേ, ക്ഷണത്തിൽ ചില വിടുതൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ഷണത്തിൽ ചില വിടുതൽ എൻ്റെ ദൈവം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ദൈവം അത് ചെയ്യും. വിശ്വസിക്കാൻ തയ്യാറായേ. ആമേൻ. ക്ഷണത്തിൽ ചില വിടുതൽ എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. ആമേൻ. ക്ഷണത്തിൽ അവൾ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. അവൾ ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ആമേൻ. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. അവളെ സൗഖ്യമായ കർത്താവിൻ്റെ മുൻപിൽ, ആമേൻ. സ്തോത്രം. കർത്താവിനെ മറന്നിട്ട് അവൾ പോയില്ല. ആമേൻ. കർത്താവിൻ്റെ മുൻപിൽ, ആമേൻ. സ്തോത്രം, അവൾ ആരാധിക്കാൻ തയ്യാറായി, കർത്താവിനെ മഹത്വപ്പെടുത്താൻ തയ്യാറായി, സ്തുതിക്കാൻ തയ്യാറായി. ആമേൻ. ഇന്ന് പലർക്കും വിടുതൽ വേണം. ആമേൻ. സ്തോത്രം. പക്ഷേ യേശുവിനെ പിൻപറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ആമേൻ. കേവലം വിടുതലിന് വേണ്ടി യേശുവിനെ സ്നേഹിക്കല്ലേ, യേശുവിനെ ഒന്ന് പിന്തുടരാൻ പറ്റുമോ? ആമേൻ. സ്തോത്രം. യേശുവിൻ്റെ പിറകെ, ആമേൻ, യേശുവിൻ്റെ വാക്കുകൾ അനുസരിക്കാൻ, യേശുവിൻ്റെ ഉപദേശങ്ങളൊന്ന് കേൾക്കാൻ, അവൻ്റെ വചനങ്ങളൊന്ന് ശിരസാവഹിക്കാൻ, ആ വചനങ്ങളൊന്ന് ഏറ്റെടുത്ത് ജീവിക്കാനൊന്ന് തയ്യാറായേ. ആമേൻ. സ്തോത്രം. ഒരു പ്രത്യാശ നിൻ്റെ അകത്തേക്ക് കർത്താവ് നൽകി തരും. നാളെ നിൻ്റെ കണ്ണടഞ്ഞാലും, ആമേൻ. സ്തോത്രം, ഉയരത്തിൽ നിനക്ക് വേണ്ടി ഒരു നിത്യതയെ ദൈവം തുറക്കും. വിശ്വസിക്കാൻ തയ്യാറാകുക. ആമേൻ. സ്തോത്രം. നിത്യജീവൻ തരുന്നവനാണ് നമ്മുടെ കർത്താവ്. കേവലം ഒരു വിടുതൽ കൊണ്ട്, ആമേൻ. സ്തോത്രം, മാറുന്നവനല്ല, മറക്കുന്നവനല്ല. ആമേൻ. വിടുതൽ തന്ന് പോന്നവനല്ല, മറിച്ച് നിനക്ക് നിത്യജീവൻ ഉറപ്പിക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. താഴോട്ടുള്ള വചനങ്ങൾ കൂടെ വായിച്ച് ഞാൻ വേഗം എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. സ്തോത്രം. യേശുക്രിസ്തു, ആമേൻ, ഈ ആത്മീക, ആമേൻ, ശുശ്രൂഷയുടെ നടുവിൽ, ആമേൻ. സ്തോത്രം, യേശുവിളെ സൗഖ്യമാക്കിയത് കൊണ്ട്, ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട്, ആമേൻ, ആ പള്ളിയിലെ പ്രമാണിക്ക് അല്പപ്രയാസം ഉണ്ടായി. സ്തോത്രം. അദ്ദേഹത്തിന് നീരസം തോന്നി. ആരോട് നീരസം തോന്നി? യേശുവിനോട് നീരസം തോന്നി. സ്തോത്രം. എന്നിട്ട് അദ്ദേഹം താഴോട്ട് ചില വാക്കുകൾ പറയുന്നുണ്ട്. സ്തോത്രം. ബാക്കിയുള്ള 6 ദിവസവും ഒന്ന് സൗഖ്യം വരുത്തിച്ചോ, എനിക്കത് വിഷയമല്ല. സ്തോത്രം. 6 ദിവസം ഇല്ലയോ സൗഖ്യമാക്കാൻ? സ്തോത്രം. ഈ ശബത്ത് ദിവസം ഇങ്ങനെയുള്ള പരിപാടി ഇവിടെ നടക്കുകയല്ല. ഹല്ലേലൂയ. ആമേൻ. പള്ളിപ്രമാണി പറയുകയാണ്. ആമേൻ. സ്തോത്രം. വേല ചെയ്യാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊള്ളുവീൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. സ്തോത്രം. ഇത് പറഞ്ഞപ്പോൾ കർത്താവ്, ആമേൻ. സ്തോത്രം, അവനോട് പറഞ്ഞ മറുപടി, സ്തോത്രം, ആ മറുപടി, ആമേൻ. സ്തോത്രം, നമുക്ക് തോന്നാം അല്പം അതിര് കടന്നോ എന്ന്. സ്തോത്രം. യേശുക്രിസ്തു, ആമേൻ, യേശുക്രിസ്തു ചെയ്ത വിടുതലിനെ ചോദ്യം ചെയ്ത ആ പള്ളിപ്രമാണിയുടെ മുഖത്ത് നോക്കി യേശു പറയുക, കപടഭക്തിക്കാരാ. സ്തോത്രം. യേശു കർത്താവിൻ്റെ വിടുതലിന്, ആമേൻ. സ്തോത്രം, അത്ഭുതത്തിന് ആരെങ്കിലും എതിര് നിന്നാൽ, സ്തോത്രം, വചനം പറയുന്നു, യേശു അവരെ വിളിച്ച പേരാണ്, നീ കപടഭക്തിയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവ് ഇന്നലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമാണ്. സ്തോത്രം. ഇന്നും അവൻ പ്രവർത്തിക്കുന്നു. ആമേൻ. നാളെയും അവൻ പ്രവർത്തിക്കും. സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കർത്താവ് പ്രവർത്തിച്ചു, ഇന്നും പ്രവർത്തിക്കുന്നു, നാളെയും അവൻ അത്ഭുതം ചെയ്യും. യേശു കർത്താവിൻ്റെ അത്ഭുതത്തിലൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ കർത്താവിൻ്റെ പേരെന്തോന്നറിയോ? അത്ഭുതമന്ത്രി. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അത്ഭുതമന്ത്രി എന്ന് വിളിക്കാൻ കാര്യം? ഇന്നലകളിൽ അവൻ അത്ഭുതം ചെയ്തു, ഇന്നും അവൻ അത്ഭുതം ചെയ്യുന്നു, നാളെയും അവൻ അത്ഭുതം ചെയ്യും. ചെയ്യാൻ കഴിയുന്നവനാ. സ്തോത്രം. അതുകൊണ്ടാണ് അത്ഭുതമന്ത്രി. സ്തോത്രം. അവനോളം അത്ഭുതം ചെയ്യാൻ ഉലകത്തിലൊരു മനുഷ്യനും കഴിയത്തില്ല. സ്തോത്രം. നമ്മുടെ കർത്താവിനെ പോലെ അത്ഭുതം ചെയ്യാൻ ആരെക്കൊണ്ട് കഴിയും? നമ്മുടെ കർത്താവ് അത്ഭുതമന്ത്രി. അവൻ വീരനാം ദൈവം. സ്തോത്രം. അവൻ നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. ഹല്ലേലൂയ. യേശു, അവൻ പള്ളിപ്രമാണിയെ നോക്കി വിളിക്കുകയാണ്, കപടഭക്തിക്കാരേ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയോ തൊട്ടിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? സ്തോത്രം.
ശബത്ത് ദിവസം ആമേൻ എല്ലാ ജോലിയും അത്യാവശ്യം ജോലിയൊക്കെ ചെയ്തിട്ടല്ലേ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം നിങ്ങളുടെ ആടുമാടുകൾക്ക് അവർ സമയത്ത് വെള്ളം കൊടുക്കുന്നുണ്ട്, ശബത്ത് ദിവസം അത് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതിനെ അഴിച്ചുകൊണ്ട് പോയി കെട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്തോത്രം. അവരുടെ സ്വന്തമായ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തത്തോടെ ആമേ സ്തോത്രം അവർ ചെയ്യുന്നത് പോലെ ആമേ സ്തോത്രം യേശു കർത്താവിൻ്റെ ഉത്തരവാദിത്തമാ തൻ്റെ മക്കൾ വിടുവിക്കപ്പെടണമെന്നുള്ളത്. സ്തോത്രം. ആടുമാടുകളുടെ സന്തോഷവും വിടുതലും ആമേ സ്തോത്രം നിന്റെ ഉത്തരവാദിത്തമായിരിക്കുന്നത് പോലെ ആമേ സ്തോത്രം ആമേൻ അബ്രഹാമിൻ്റെ മകളായ ഇവളെ സ്തോത്രം. അതാ യേശു കർത്താവ് താഴോട്ടുള്ള വചനത്തിൽ പറയുന്നത്. ആമേ സ്തോത്രം. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തുനാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ? കണ്ടോ? ആമേൻ. ഇവൾ ആരാണെന്ന് യേശുവോട് വെളിപ്പെടുത്തുകയാണ്. പലർക്കും അറിയത്തില്ലായിരുന്നു ഇവൾ ആരാണെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ആരും ഇല്ലാത്തവളെന്നാ ചിന്തിച്ചേ. യേശു പറയുകയാ, ഇവൾ അബ്രഹാമിൻ്റെ മകളാ. അബ്രഹാമിൻ്റെ മകള് ബന്ധിക്കപ്പെട്ട് കിടക്കാൻ പാടില്ല. സ്തോത്രം. അവൾ പുറത്തു വന്നേ മതിയാകൂ. കാരണം അവൾ കർത്താവിൻ്റെ മക്കളാ. സ്തോത്രം. യേശുവിൻ്റെ മകളാ അവള്. യേശുവിൻ്റെ മക്കളാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആരാ? യേശുവിൻ്റെ മക്കളാ. സ്തോത്രം. നാം യേശുവിൻ്റെ മക്കളാണെങ്കിൽ ബന്ധിക്കപ്പെട്ട് കിടക്കാൻ പറ്റുകയില്ല. ആമേ സ്തോത്രം. നമ്മുടെ ബന്ധനമഴിഞ്ഞ് നാം പുറത്തു വരണം. ബന്ധനമഴിഞ്ഞ് ദൈവത്തെ ആരാധിക്കാനുള്ളവരാ, ദൈവത്തെ സ്തുതിക്കാനുള്ളതാ, കർത്താവിന് വേണ്ടി ശബ്ദമുയർത്താനുള്ളവരാ, കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ളവരാ, കർത്താവിനെ ഉയർത്താനുള്ളവരാ നമ്മൾ. സ്തോത്രം. ആമേൻ. അബ്രഹാമിൻ്റെ മകളായ ഇവളെ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ? ആമേൻ. സ്തോത്രം എന്ന് ഉത്തരം പറഞ്ഞു. അവനിത് പറഞ്ഞപ്പോൾ നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരികയാണ്. ആമേൻ. സ്തോത്രം. അവൻ ഇത് പറഞ്ഞപ്പോൾ, എന്ത് പറഞ്ഞപ്പോൾ? ഒന്ന്, സ്തോത്രം, അവളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയപ്പോൾ, അവൾ ആരാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കൂട്ടരുടെ ശിരസ് നാണിച്ച് തല താഴ്ത്തേണ്ടി വന്നു. സ്തോത്രം. ഇന്ന് ദേശത്തിൻ്റെ വിവിധയിടങ്ങളിൽ സുവിശേഷ വേലകൾ ചെയ്യുന്ന, സുവിശേഷ പ്രവർത്തനം നടത്തുന്ന, ആമേ മദ്യപിക്കരുതേ, പുകവലിക്കരുതേ, ആമേ സ്തോത്രം, മയക്കുമരുന്നുകൾ ഉപയോഗിക്കരുതേ, ആമേനത് പാപമാ, അത് തെറ്റാ. സ്തോത്രം. അധാർമിക പ്രവർത്തികൾ ചെയ്യരുതേ, അത് തെറ്റാ എന്ന് വിളിച്ചു പറയുന്ന ആമേൻ എത്ര പാപപ്പെട്ട ദൈവദാസന്മാരെയാ ആമേൻ സ്തോത്രം നിഷ്കരുണം ദേഹോപദ്രവം ചെയ്യുന്നത്. ആമേൻ വടക്കേ ഇന്ത്യയുടെ പ്രദേശത്തേക്കൊക്കെ നാം ഒന്ന് നോക്കിയാൽ ആമേൻ എത്ര ദൈവഭൃത്യന്മാർ, എത്ര ദൈവദാസിമാർ ആമേൻ സ്തോത്രം ജയിലുകളിൽ കഴിയുന്നു. എന്തിനവർ ജയിലിൽ കഴിയുന്നേ? സ്തോത്രം. അവരാരുടെയും പിടിച്ചു പറിച്ചിട്ടല്ല, യേശുവിനെ ഉയർത്തിയത് കൊണ്ട്, സ്തോത്രം, സുവിശേഷം അറിയിച്ചത് കൊണ്ട്, തെറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞത് കൊണ്ട്, ആമേൻ സ്തോത്രം, അനേകരെ ആമേൻ സ്തോത്രം ദേഹോപദ്രവങ്ങൾ ചെയ്ത്, ആമേൻ സ്തോത്രം മക്കളെ കൊന്ന്, ആമേൻ അമ്മയപ്പന്മാരെ കൊന്ന്, സ്തോത്രം ദൈവദാസന്മാരെ കൊന്ന്, ആമേൻ സഭകൾ തകർത്ത്, ആലയങ്ങൾ തകർത്ത്, ഭവനങ്ങൾ തകർത്ത് തീക്കിരയാക്കി, ആമേൻ സ്തോത്രം ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ച് എത്ര പേരെ നിഷ്കരുണം ആമേൻ സ്തോത്രം ദേഹോപദ്രവങ്ങൾ ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ എത്ര പേർ ആമേൻ സ്തോത്രം യേശുവിനെ പ്രസംഗിക്കുന്നത് കൊണ്ട് ആമേൻ സ്തോത്രം തകർക്കപ്പെടുന്നു. ആമേൻ സ്തോത്രം. ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, ആമേൻ സ്തോത്രം, വിരോധികൾ നാണിക്കുന്ന ഒരു സമയമുണ്ട്. സ്തോത്രം. അത് നീ ആരാണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ആരാ? സ്തോത്രം. താനാരാ ഇവിടെ വന്ന് സുവിശേഷം പറയാൻ? ഞങ്ങളോട് സുവിശേഷം പറയാൻ നിങ്ങൾ ആരാ? സ്തോത്രം. നമ്മളാരാണെന്ന്, സുവിശേഷകന്മാരാരാണെന്ന്, ദൈവമക്കൾ ആരാണെന്ന്, ദൈവദാസന്മാർ ദൈവദാസിമാർ ആരാണെന്ന് ആമേൻ സ്തോത്രം വെളിപ്പെടുത്താൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ
ആമേൻ വെളിപ്പെടുത്താൻ കഴിവുള്ളവൻ വെളിപ്പെടുത്തും, അധികം താമസിക്കത്തില്ല. സ്തോത്രം. ദൈവമക്കൾ ആരാണെന്ന് യേശു വെളിപ്പെടുത്തും. ഇവിടെ യേശു പറയുകയാ, ഇവളാരാണെന്നറിയാമോ? ഇവൾ അബ്രഹാമിൻ്റെ സന്തതിയാ, അബ്രഹാമിൻ്റെ മകളാ. സ്തോത്രം. പാരമ്പര്യം പറയുന്ന ആമേൻ സ്തോത്രം യഹൂദന്മാരെ, ആമേൻ നിങ്ങൾ തള്ളിക്കളഞ്ഞ ഇവളും ആമേൻ സ്തോത്രം അബ്രഹാമിൻ്റെ മകളാ. യേശു ആമേൻ സ്തോത്രം നമ്മെ നോക്കി, ആമേൻ കോടാനുകോടി വിശുദ്ധന്മാരെ നോക്കി പറയാൻ പോവുകയോ, ആമേൻ സ്തോത്രം ഇവർ എൻ്റെ വിശുദ്ധന്മാരാ, ഇവരെൻ്റെ മക്കളാ. സ്തോത്രം. നിങ്ങളവരെ ഉപദ്രവിച്ചു, നിങ്ങളവരെ തല്ലി, ആമേൻ സ്തോത്രം ഞാൻ ന്യായം വിധിക്കാതെ ആമേൻ വിടുകയില്ല. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. യേശു പറയുകയാ, ഇവൾ അബ്രഹാമിൻ്റെ മകളാ. സ്തോത്രം. ഇത് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ വാക്കിൻ്റെ മുൻപിൽ ഉത്തരം മുട്ടിപ്പോയി, ഒരു മറുപടി പറയാനില്ലാതെയായിപ്പോയി. സ്തോത്രം. ഇന്ന് പല ചോദ്യങ്ങൾ ചോദിക്കുന്ന പലരുടെയും ഉത്തരങ്ങൾ മുട്ടും യേശുവിൻ്റെ ചോദ്യത്തിൻ്റെ മുൻപിൽ. സ്തോത്രം. ഹല്ലേലൂയ. യേശു പറയും, നിങ്ങളെ ഞാൻ അറിയുന്നില്ല, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നരകത്തിലേക്ക് തള്ളിക്കളയുന്ന ആമേൻ സ്തോത്രം ആമേൻ ദിനങ്ങൾ കടന്നു വരികയാണ്. ആമേൻ സ്തോത്രം. യേശു കർത്താവിനെ വിശ്വസിച്ച്, ആമേൻ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവൻ്റെ മക്കളായി തീർന്ന് അവൻ്റെ വചനമനുസരിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ ദൈവവചനപ്രകാരം ജീവിക്കാൻ നാം തയ്യാറായാൽ, ആമേൻ സ്തോത്രം, ആമേൻ നാം ലജ്ജിക്കത്തില്ല. ആമേൻ നാം ശിരസ് താഴ്ത്തി നിൽക്കേണ്ടി വരത്തില്ല, നാണിക്കേണ്ടി വരത്തില്ല. മറിച്ച് ആമേൻ സ്തോത്രം ശിരസ്സുയർത്തി സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ നമുക്ക് കഴിയും. ആമേൻ സ്തോത്രം. ഇവളുടെ വിടുതൽ കണ്ടിട്ട്, ഇവളെ യേശു ഐഡൻറ്റിറ്റി ചെയ്യുന്നത് കണ്ടിട്ട്, ഇവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട്, സ്തോത്രം ഇവിടെ കണ്ണുനീർ തുടയ്ക്കുന്നത് കണ്ടിട്ട്, ഒരു കൂട്ടര് അല്പം മുൻപ് വരെ ആമേൻ സ്തോത്രം ശിരസ്സുയർത്തിപ്പിടിച്ച് കളിയാക്കിയവർ, ചോദ്യം ചെയ്തവർ, ഇവളെ ഒറ്റപ്പെടുത്തിയവർ ശിരസ് താഴ്ത്തേണ്ടി വന്നു. ഹല്ലേലൂയ. ലജ്ജിച്ച് നിൽക്കേണ്ടി വന്നു. ആമേൻ സ്തോത്രം. ആ സമയത്ത് മറുഭാഗത്ത് അവസാനത്തെ ഭാഗം, അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. സ്തോത്രം. ആമേൻ. യേശു കർത്താവ് ചെയ്ത വിടുതൽ കണ്ടിട്ട്, സ്തോത്രം യേശുവിന്റെ മേൽ ചെയ്ത അത്ഭുതം കണ്ടിട്ട്, സ്തോത്രം ആമേൻ ഒരു കൂട്ടർ ഈ പ്രിയ സഹോദരിയോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം. ഇന്നലെ വരെ ഒരു പക്ഷെങ്കിൽ നിന്റെ വിഷയത്തിന് മറുപടി കണ്ടിട്ടില്ലായിരിക്കാം. സ്തോത്രം. ഒരു വർഷം കൊണ്ട് നീ ആമേൻ പരാജയപ്പെട്ട് കിടക്കുകയായിരിക്കാം. 2 വർഷം കൊണ്ട് നിന്റെ ജീവിതം പരാജയമായിരിക്കാം. 3 വർഷം കൊണ്ട് പരാജയമായിരിക്കാം. 4 വർഷം കൊണ്ട് പരാജയമായിരിക്കാം. 5 വർഷം കൊണ്ട് നീ പരാജയപ്പെട്ട് കിടക്കുമായിരിക്കാം. സ്തോത്രം. ആമേൻ. നീ ഉയരുമെന്ന്, നീ ജയിക്കുമെന്ന്, നീ ഉയരുമെന്ന്, നീ പുറത്തു വരുമെന്ന് ചിന്തിച്ച പലരും ഇപ്പം ആ വാക്കുകളെ മാറ്റിക്കാണും, പറഞ്ഞു കാണും. ആമേൻ. 5 വർഷമായില്ലേ, 2 വർഷമായില്ലേ, 3 വർഷമായില്ലേ, 10 വർഷമായില്ലേ. സ്തോത്രം. ഇനി നിനക്ക് ശിരസ് ഉയർത്താൻ പറ്റത്തില്ല, ഇനി നിനക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. അത് മറന്നേരെ. സന്തോഷത്തിൻ്റെ ചാപ്റ്റർ നീ ക്ലോസ് ചെയ്തേരെ, വിടുതലിൻ്റെ ചാപ്റ്റർ നീ ക്ലോസ് ചെയ്തേരെ. പലരും നിന്നെ നോക്കി വിധി പറഞ്ഞേക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നെ നോക്കി പലരും വിധി പറഞ്ഞേക്കാം, പലരും വിധി പറഞ്ഞേക്കാം. സ്തോത്രം. ഇത്ര വർഷമായില്ലേ നിന്റെ ഭവനം, സ്തോത്രം, ഇനി അത് പണിയത്തില്ല. ആമേൻ. 5 വർഷമായില്ലേ, 10 വർഷമായില്ലേ, പണി ബ്ലോക്കായില്ലേ. സ്തോത്രം. നിന്റെ ജോലിയെ ഞങ്ങൾ പൂട്ടിക്കെട്ടിയില്ലേ. സ്തോത്രം. ഇനി നീ ജോലിക്ക് ശ്രമിക്കണ്ട, ഇനി നിനക്ക് ജോലി കിട്ടത്തില്ല. പലരും പറഞ്ഞില്ലേ, ഏജ് കഴിഞ്ഞു.
ഏജ് കഴിഞ്ഞു. സ്തോത്രം. എൻ്റെ നല്ല പ്രായം കഴിഞ്ഞു. സ്തോത്രം. പരാജയത്തിൻ്റെ 100 വാക്കുകൾ നിന്റെ നേരെ ശിരസ് ഉയർത്തി നിൽക്കുമ്പോൾ, വിരൽ ചൂണ്ടി നിൽക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ആരുടെയൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, പ്രത്യാശ കൈവിടരുത്, പ്രത്യാശ കൈവിടരുത്. സ്തോത്രം. നിനക്ക് വേണ്ടി യേശു എഴുന്നേൽക്കും. നിന്റെ വിടുതലിന് വേണ്ടി ദൈവം ഡയറക്റ്റ് ഇടപെടും. കേട്ടോ, നിന്റെ പരാജയം പൊട്ടാൻ സമയമായി, നിന്റെ പരാജയം അഴിയാൻ സമയമായി. യേശുവിൻ്റെ രക്തം ജയം. ഇന്നലെ വരെ നിന്നെ പരാജയപ്പെടുത്തിയവൻ, ഇന്നലെ വരെ നിന്നെ തോൽപ്പിച്ചവൻ, ഇന്നലെ വരെ നിന്റെ വിഷയത്തിൻ്റെ മീതെ രക്തം ജയം കയറിയിരുന്ന് നിന്നെ നോക്കി പൊട്ടിച്ചിരിച്ചവൻ, ഹല്ലേലൂയ, എൻ്റെ യേശു വചനമയച്ച് ആ വിഷയത്തിൻ്റെ മേൽ വിടുതലയക്കുകയാണ്. വിശ്വസിക്ക്, വിടുതലയക്കുകയാണ്. ആമേൻ. നീ ഉയരും. കേട്ടോ, പ്രത്യാശയോടെ ഞാൻ പറയുകയാണ്, 18 വർഷത്തെ കെട്ടെൻ്റെ ദൈവത്തിന് പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ, എല്ലാ ആശകളും അസ്തമിച്ച വിഷയത്തിന് മറുപടി തരാൻ കഴിഞ്ഞെങ്കിൽ, ലാസർ മരിച്ചു, ലാസറിനെ അടക്കം ചെയ്തു. മാർത്തയും മറിയും യേശുവിനോട് പറഞ്ഞു, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. സ്തോത്രം. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആമേ സ്തോത്രം. മാർത്തയും മറിയും പറഞ്ഞൊരു മറുപടി ഉണ്ട് അവിടെ. ആമേ സ്തോത്രം. കർത്താവേ, ആമേൻ. പുനരുത്ഥാനത്തിൽ, അവസാനത്തെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശു പറയുകയാ, പുനരുത്ഥാനത്തിലല്ല, എന്നിൽ വിശ്വസിക്കുക, ഇപ്പോൾ അത് നടക്കും. രക്തം ചെയ്യും. നാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഹല്ലേലൂയ, നാറ്റം വെച്ച ലാസറിനെ പുറത്ത് യേശുവിന് കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ, ആമേൻ. 12 വർഷത്തെ രക്തസ്രവ രോഗത്തെ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, യേശുവിൻ്റെ അനുയായികളെ മുഴുവനും കൊന്നൊടുക്കുമെന്ന് വെല്ലുവിളിച്ച് അധികാരപത്രവും വാങ്ങി ദമസ്കോസിൻ്റെ പടിവാതിൽക്കലേക്ക് കുതിരപ്പുറത്ത് പാഞ്ഞു വന്ന ശൗലിനെ യേശുവിന് മാനസാന്തരപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ആമേ സ്തോത്രം. ആരെ കൊണ്ട് മാനസാന്തരപ്പെടുത്താൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ ചില വ്യക്തികളെ എൻ്റെ കർത്താവ് തൊടാൻ പോവുക. സ്തോത്രം. എൻ്റെ യേശുവിൻ്റെ അടി, ആമേ സ്തോത്രം, ശൗൽ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ അനുയായിയായി മാറി. സ്തോത്രം. ഈ മെസ്സേജ് കേൾക്കുന്ന ആമേൻ ചിലർ യേശുവിൻ്റെ അനുയായികളായി മാറാൻ പോവുകയാണ്. വിശ്വസിച്ച് ഞാൻ എൻ്റെ വാക്കിന് വിരാമം കുറിക്കുകയാണ്. ആമേൻ. ഒരു കൂട്ടർ ലജ്ജിച്ചു, ഒരു കൂട്ടർ ശിരസ്സുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം. ഇന്നലെ വരെയുള്ള നിൻ്റെ പരാജയം മാറാൻ അധികം താമസമില്ല, അധികം ദിവസമില്ല. വിശ്വസിച്ചേ. ആമേൻ. സ്തോത്രം. വിശ്വസിക്കുക. ആമേൻ. വചനമുയർത്തി ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്തോത്രം. നിൻ്റെ വിടുതലിൻ്റെ സമയമായി, നിൻ്റെ ഉയർച്ചയുടെ സമയമായി. അത് ആത്മിക ഉയർച്ചയായിക്കൊള്ളട്ടെ, ഭൗതിക ഉയർച്ചയായിക്കൊള്ളട്ടെ, മാനസിക ഉയർച്ചയായിക്കൊള്ളട്ടെ, നിന്റെ കുടുംബജീവിതത്തിനകത്ത് ഉയർച്ചയായിക്കൊള്ളട്ടെ, നിന്റെ ദാമ്പത്യ ജീവിതത്തിനകത്ത് ആമേൻ സ്തോത്രം വിഷയത്തിൻ്റെ മറുപടി ആയിക്കൊള്ളട്ടെ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കൊള്ളട്ടെ. നാളുകൾ കൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന, കരയുന്ന കണ്ണുനീരിന് എൻ്റെ യേശു മറുപടി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു കൂട്ടർ സന്തോഷിച്ചു, ഒരു കൂട്ടർ ദൈവത്തെ ആനന്ദിച്ച് മഹത്വപ്പെടുത്തി. മഹത്വപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ, ആനന്ദിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്കുമാകാം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകാം, കർത്താവിനോട് കൂടെ ആനന്ദിക്കുന്നവരുടെ കൂട്ടത്തിലാകാം. ആമേൻ. നിത്യതയിൽ ആമേൻ സ്തോത്രം സന്തോഷിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിലാകാം നമുക്ക്. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിന് വിരാമം കുറിക്കുന്നു. എനിക്ക് പ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷക്തൻ സിജു കുന്നേലിനോടും, ആമേൻ, പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ആമേൻ സ്തോത്രം ആൻറ്റിയോടും ആമേൻ കുഞ്ഞിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ആമേൻ. ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദാസിമാരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.